നമ്മുടെ സബ്മിറ്റിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഈ ഒരു ദിവസം നടന്ന ഈ സബ്മിറ്റിൽ വളരെ ആശാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് സമുദായ സംഘടനകൾ, ജനാധിപത്യ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ, നമ്മുടെ പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്ന മല്ലേപ്പള്ളിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന രണ്ടുപേരും ഈ വിഷയത്തിൽ നമ്മളെ എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും അവർ നമുക്ക് തരും എന്നുള്ള വാഗ്ദാനം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൺക്ലൂഷനിലേക്കും അതിൻ്റെ മറുപടിയിലേക്കും പോകുന്നതിന് വേണ്ടി നമ്മുടെ ഗീതാനന്ദ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മിറ്റും രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെയും ഒരു സമാഹരണവും അതിൻ്റെ ഡിക്ലറേഷനുമാണ്. എന്തായാലും നമ്മൾ അല്പധൃതി പിടിച്ചും കുറച്ച് പ്രായോഗികമായൊരു സംഘാടക ശ്രദ്ധയില്ലാതെയുമാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഇത് രാഷ്ട്രീയമായി വലിയ വിജയവും കേരളത്തിലെ ദളിത് ആദിവാസി മൂവ്മെൻറ്റിലെ ഒരു വഴിത്തിരിവായിരിക്കും എന്നാണ് നിരീക്ഷിക്കാനുള്ളത്. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്റ്റും നമ്മുടെ ഈ അവകാശ പത്രികയും നമുക്ക് കുറെ കൂടി തിരുത്തലുകൾ വരുത്തി മെച്ചപ്പെടുത്തി സമാഹരിച്ച് തുടർ നടപടിയിലേക്ക് പോകാം. അതിനുള്ള ഒരു മാൻഡേറ്റ് ഈ സമ്മിറ്റ് നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം. ADF-ൻ്റെ സമ്മന്നതരായ നേതാക്കളുമായി ഇതിനിടയിൽ നടത്തിയ ഒരു അനൗപചാരിക കൺസൾട്ടേഷനിൽ നിന്ന് നമുക്ക് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ ഒരു രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനം നടത്താവുന്നു. ആ രാഷ്ട്രീയ നയപ്രഖ്യാപനം കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള എല്ലാ ദളിത് ആദിവാസി നേതൃനിരയെയും എത്തിക്കുന്നതും ഏറെക്കുറെ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവിനേക്കാൾ മെച്ചപ്പെട്ട സംഘാടക സ്വഭാവമുള്ള ഒരു പദ്ധതിയായി നമുക്ക് കോട്ടയം ടൗണിൽ തന്നെ അത് നടത്താം. അവിടെ നമ്മുടെ ഈ രാഷ്ട്രീയ അവകാശ പ്രഖ്യാപനം ഒരു രേഖയായി പ്രകാശനം ചെയ്യുകയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നമുക്ക് നൽകുകയും ചെയ്യാം. അത് നിശ്ചയമായും ഒരു തുടർഭരണം കേരളത്തിൽ നമ്മൾ നിരാകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ UDF നേതൃത്വത്തെ നമുക്ക് നേരിട്ട് കാണാം. അവർക്ക് VCKയുടെ ദേശീയ നേതൃത്വങ്ങൾ ഇവരെല്ലാം തന്നെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന സൗകര്യപ്രദമായ ഒരു ദിവസം നോക്കി നമുക്ക് ആ മഹാസമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാകും. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ സമ്മിറ്റിൻ്റെയും രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെയും ഒരു കൺക്ലൂഷനും ഡിക്ലറേഷനും എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നമ്മൾ ADF-നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ക്ലാരിഫിക്കേഷൻ പ്രധാനമായും ഈ അവകാശ പത്രിക എന്ന് പറയുന്നത് നമ്മൾ വളരെ തിരക്ക് പിടിച്ച് എഴുതി തയ്യാറാക്കിയതിൻ്റെയും പല ലെവലിൽ നടന്ന അഭിപ്രായങ്ങളുടെ ഒരു ചെറിയൊരു സമാഹരണം മാത്രമാണ്. അത് നമുക്ക് കുറച്ചുകൂടി കട്ട് ഷോർട്ട് ചെയ്യാം, പ്രസക്തമായ കാര്യങ്ങൾ ക്രമീകരിക്കാം. അതിൽ ലക്ഷ്മിയാജി പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡിമാൻഡ് ആവശ്യം ഈ പറയുന്ന SC/ST ഫണ്ട് ആക്ട് ആയിരിക്കും. അത് നമ്മളൊരു രേഖയായി തൽക്കാലം ആക്ടിൻ്റെ കോപ്പികളും തന്നെ പാർട്ടികൾ കൊടുക്കുന്നില്ല. ഒരു രാഷ്ട്രീയ ക്യാമ്പയിനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ നമ്മളതിൻ്റെ വ്യക്തതയുണ്ടാക്കാൻ ജില്ലാ സമ്മേളനങ്ങളും കൺവെൻഷനുകളും നമ്മൾ നടത്തുന്നതായിരിക്കും. ആ കൺവെൻഷന് ശേഷമായിരിക്കും നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുക്കുക. അത്തരമൊരു നടപടിക്ക് വേണ്ടി VCKയുടെ നേതൃത്വം സംഘാടക ചുമതലയുള്ള ഇളം ചേകൂര സാറുമായിട്ട് ഇന്നലെ രാത്രിയും സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ സമ്മേളനത്തിൽ എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുന്ന എല്ലാ നടപടിയുമായി ബന്ധപ്പെട്ടാണ് ചില പങ്കെടുക്കാനുള്ള അസൗകര്യങ്ങളുണ്ടായത്. തമിഴ്നാട്ടിൽ നടക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ കൂട്ടായ്മയിൽ VCKക്ക്
വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം UDF ഒരു ഘടകകക്ഷിയാകും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിപ്പോഴും വെച്ചു പുലർത്തുന്നത്. ഞാനും PCK-യിലെ ഒരംഗമാണ്. ഇവർക്കെല്ലാം കടന്നു വരാനും ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ആശയവും അഭിലാഷങ്ങളും കൂട്ടായി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധരുള്ളവർക്കും ഉപയോഗിക്കുന്ന ഒന്നായി UDF അല്ല ADF-നെ നമുക്ക് സമാഹരിക്കാം. പിന്നീട് ADF-ന്റെ രാഷ്ട്രീയ നിലപാട് അതിൻ്റെ ഒരു മാനിഫെസ്റ്റോയിലൂടെ ഏതാണ്ട് നാളുകൾ മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ പ്രഖ്യാപിച്ചതാണ്, പ്രകാശിപ്പിച്ചതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്ത് അന്തിമമായി വോട്ടിനിട്ട് തീരുമാനിക്കുന്ന വിഷയങ്ങൾ എന്നുള്ള നിലയിലല്ല നമ്മളത് കണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 50-ലധികം പ്രസക്തമായ കേരളത്തിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ക്രോഡീകരിച്ച ഒരു മാനിഫെസ്റ്റോ, അതിൻ്റെ ആമുഖ ഭാഗം കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയതിന് ശേഷം അതൊരു പുസ്തകമായി ഒരു മാനിഫെസ്റ്റോ ആയി പ്രകാശനം ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൽ ഒരു പ്രധാന വിഷയം ഈ ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, അതൊരു പുതിയ നിലപാടാണ്. മുമ്പ് ദളിത് ക്രിസ്ത്യൻ സംഘടനകളോ പട്ടികജാതി സംഘടനകളോ പറയാത്തൊരു നിലപാടാണ് അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഭാസ്കരൻ സാർ ട്രഷറർ ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇതിൽ ഈ ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിഷയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഒരു നിലയിലും നമ്മുടെ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിലപാട് പട്ടികജാതി ലിസ്റ്റിൽ ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങളെയോ മറ്റേതെങ്കിലും വിഭാഗങ്ങളെയോ ഉൾപ്പെടുത്തുന്നതിന് നമുക്ക് യോജിപ്പില്ല. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. അത്തരം അൺടച്ചബിലിറ്റിക്ക് വിധേയമായ ഇതര മതര വിഭാഗങ്ങളിലേക്ക് എംബ്രേസ് ചെയ്യപ്പെട്ട ആളുകൾക്ക് പ്രത്യേക ഒരു ലിസ്റ്റ് ആകുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മളെടുത്തിരിക്കുന്ന ഇപ്പോഴൊരു നിലപാട്. ആ നിലപാടിന് മറ്റൊരു ഭരണഘടനാപരമായ വിശദീകരണം നടത്താനാണ് നമ്മുടെ മാനിഫെസ്റ്റോയിൽ ഒരു പാരഗ്രാഫ് ചേർത്തിരിക്കുന്നത്. അതായത് അത് അംഗീകരിക്കാൻ പറ്റുന്ന നിലയിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ റിവ്യൂ ചെയ്യപ്പെടണമെന്നാണ്. സെപ്പറേറ്റ് ലിസ്റ്റ് വേണമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ റിവ്യൂ, അല്ലാതെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ പരിശോധിക്കണം നമ്മുടെ ഒരു നിലപാടേ അല്ല. ഈ വിഷയം ഇപ്പോൾ എന്തുകൊണ്ട് മുന്നോട്ട് വെച്ചു എന്നതും കൂടി നമുക്ക് ചർച്ച. കാരണം അംബേദ്കറേറ്റ് മുന്നണി ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു അംബേദ്കറേറ്റ് മുന്നണി, ഒരു ജാതി സഭയോ ഏതെങ്കിലും ഒരു സമുദായ സഭയുടെയോ ആദിവാസിയോ പട്ടികജാതി സഭകളുടെ ഒരു ലിമിറ്റഡായ വിഷയത്തിൽ അത് നിൽക്കുന്നതല്ല. എല്ലാ വിഷയങ്ങളിലും നമുക്ക് പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കേണ്ടി വരും. ഒരു പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയല്ല, എന്നാൽ ഒരു ദളിത് സംഘടനയാണോ എന്ന് വെച്ചാൽ അതുമല്ലാത്ത നിലയിൽ എല്ലാ വിഷയങ്ങളിലും നമ്മൾ നിലപാടെടുക്കണം. ദളിത് ബഹുജൻ വിഭാഗങ്ങളെല്ലാം തന്നെ ഇതിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൻ്റെ മാനിഫെസ്റ്റോ നിലപാട്. പക്ഷേ അതിനും നമ്മൾ കൃത്യമായൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതര വിഭാഗങ്ങൾ, ദളിത് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ ഒക്കെ ഇതിനകത്തേക്ക് വരാവുന്നതാണ് എന്ന് പറയുമ്പോഴും പ്രാഥമികമായും നമ്മുടെ നിലപാട് ദളിത് ആദിവാസി വിഭാഗങ്ങളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അതിൻ്റെ മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തുമ്പോൾ നമുക്ക് ഇത്തരം വിഷയങ്ങളോട് കണ്ണടക്കാൻ കഴിയില്ല എന്ന ഇത് കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന നിലപാട് വ്യക്തിപരം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. 95-ൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നപ്പോൾ ആദ്യമായി ഈ പ്രശ്നം ഗവൺമെൻറ് ഒരു മെമ്മോറാണ്ടത്തിലൂടെ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കാരണം, ഒന്ന്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗോപിനാഥ് സാറ് പറഞ്ഞ ഒരു ഏരിയയുണ്ട്, ഒരു പാരഗ്രാഫുണ്ട്. അത് അൺടച്ചബിലിറ്റിക്ക് വിധേയമായ കമ്മ്യൂണിറ്റികൾ പലതും പട്ടികജാതി പുറത്താണെന്നും അവർ OBC-യിലാണ്, അവർക്ക് പട്ടികജാതി സ്റ്റാറ്റസ് കൊടുക്കാവുന്നതാണ് എന്ന ഒരു റെക്കമെൻഡേഷൻ. അതിനോട് നമുക്ക് യോജിപ്പില്ല. അതല്ല ഉന്നയിച്ചത്. മറിച്ച് ഇതേ റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു ഖണ്ഡികയുണ്ട്. അതായത് പല പിന്നോക്ക വിഭാഗങ്ങളും അങ്ങേയറ്റം ബ്രോക്കണാണ്. അതായത് തൊഴിൽ പുതിയ കൊളോണിയൽസൊക്കെ പോയി പുതിയ നിയോ കൊളോണിയൽ സെറ്റിൽമെൻറ്റ് തകർന്നിരിക്കുന്നു. കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ, കുറേ ജാതികളുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾ, അത്തരം വിഭാഗങ്ങളിൽ നിയോ ബുദ്ധിസ്റ്റുകൾ വരെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, എന്തായാലും ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അതിനകത്തില്ല. അത്തരം വിഭാഗങ്ങളെ ഡീലിമിറ്റേഷന് വിധേയമാക്കി അവർക്ക് പ്രത്യേക മണ്ഡലങ്ങളാകാം എന്നുള്ളൊരു പ്രൊപ്പോസലുണ്ട്. അങ്ങനെ മധ്യപ്രദേശിൽ അന്ന് തന്നെ മോസ്റ്റ് ബാക്ക്വേർഡ് OBC എന്നുള്ളൊരു കാറ്റഗറിക്ക് സംവരണം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ. അപ്പോൾ ആ ക്ലോസും കേന്ദ്ര നിയമത്തിൽ
അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് കൊടുക്കാവുന്നതാണെന്നുള്ള ഒരു പ്രൊവിഷനും ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ കേരളത്തിൽ ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക്, കോസ്റ്റൽ ഏരിയയിലുള്ള ലത്തീൻ സമുദായങ്ങൾക്ക്, ധീവരർക്ക്, കുടുംബികൾക്കെല്ലാം തന്നെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നുള്ള ഒരു പദവിയിൽ പഞ്ചായത്ത് തല സംവരണം കൊടുക്കുന്നതിന് SC വിഭാഗങ്ങളെ ബാധിക്കുന്നതല്ല. ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ. അത് അങ്ങനെ ഒരു ചർച്ചും പള്ളിക്കാരനും ആരും ആവശ്യപ്പെട്ടില്ല എന്നുള്ള വേറെ വിഷയം. അവരെ സംബന്ധിച്ച് SC ലിസ്റ്റിൽ കയറിക്കൂടുക എന്നുള്ളതാണ്. നമ്മളീ പറയുന്ന വിഷയം ഇവിടുത്തെ ദളിത് ക്രിസ്ത്യൻ സംഘടനകൾ ആരെങ്കിലും ഉടനടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്കിത് പറയുന്നതുകൊണ്ട് വേറെ രീതിയിലും നഷ്ടം. പക്ഷേ ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് ഇഷ്യൂ. ഇവിടുത്തെ ഈഴവർക്കോ മറ്റുള്ളവർക്കോ ഈ സംവരണം വേണം താല്പര്യമില്ല. കാരണം ഈവൺ അതർവൈസ് അവർ റെപ്രസെൻറ്റഡ് ആണ്. അവർക്കൊരു സംവരണ ലിസ്റ്റിൽ മാത്രം മത്സരിക്കുന്ന നഷ്ടക്കച്ചവടമായിരിക്കും. അപ്പോൾ അതവർ ഉന്നയിക്കാൻ പോകുന്നില്ല. പക്ഷേ അൺടച്ചബിലിറ്റിക്ക് വിധേയമാവർ, അല്ലെങ്കിൽ സോഷ്യലി സെക്ലൂഡഡ് ആയിട്ടുള്ള എന്താണ് പറയുക, അരയന്മാർ, അല്ലെങ്കിൽ അതുപോലെ കുടുംബികൾക്ക് എന്തുകൊണ്ട് ഇത് കൊടുത്തുകൂടാ? അത് വൺസ് അവരത് ഇൻ പ്രിൻസിപ്പിൾ ആക്സെപ്റ്റ് ചെയ്താൽ അവർ പിന്നെ പട്ടിക ലിസ്റ്റിലേക്ക് വരണം എന്ന് അവർക്ക് ആവശ്യപ്പെടാൻ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. അതാണ് നമ്മുടെ പോയിന്റ്. ഒരിക്കൽ ഞങ്ങൾക്ക് മോസ്റ്റ് ബാക്ക്വേർഡ് സ്റ്റാറ്റസിലൂടെ ഈ പറയുന്ന പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഉൾപ്പെടുത്താൻ അർഹതയുണ്ട് എന്നവർ പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ അവകാശമാണ്. അവരവകാശപ്പെടുന്നില്ല എന്നുള്ളത് അവരുടെ വിവരക്കേടാണെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ പട്ടിക ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന പറയുമ്പോൾ ദർ ഇസ് നോ ലോക്കൽ സ്റ്റാൻഡ് ഫോർ ദം. ഇതാണ് എൻ്റെ ഒരു പോയിന്റ്. അതുകൊണ്ട് നമ്മുടെ വെറുതെ ആശങ്കകളല്ല രാഷ്ട്രീയവൽക്കരിക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്. അതങ്ങനെ നിൽക്കട്ടെ. ഇതിൻ്റെ പേരിൽ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള താല്പര്യം വ്യക്തിപരമായിട്ടില്ല. ലെറ്റ് ഇറ്റ് ബി ആൻ ഓപ്പൺ ഇഷ്യൂ. അത് തുടരട്ടെ. നമുക്ക് ചർച്ചകളും ഡിബേറ്റുകളും ആകാം. ഇത് ഒരു യാതൊരു തർക്കമുള്ള വിഷയവും, ADFൻ്റെ ഉള്ളിൽ തർക്കമുള്ള ഒരു വിഷയവും നമ്മൾ ഒരു അവകാശപത്രമായിട്ട് ആർക്കും കൊടുക്കില്ല. അത് നമ്മുടെ ഒരു നിലപാടാണ്. നമുക്കൊരു കാരണം ADF എന്ന് പറയുന്നത് കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഒരു തുറന്ന വിഷയമായിട്ട് വിടുകയും അത് നമുക്ക് പ്രമേയങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കാം. ഇതിന് തർക്കമുള്ളതാണ്, പ്രമേയം മാറ്റണം എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഓപ്പൺ സെമിനാറുകൾ നടത്താം. അങ്ങനെ ഒരു നമ്മുടെ ADFൻ്റെ ഒരു പ്രബലമായുള്ള അഭിപ്രായം ഭാസ്കർ സാർ വ്യക്തിപരമായി അന്ന് തന്നെ വിയോജനക്കുറിപ്പിട്ടിരുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ മീറ്റിങ്ങിൽ അവതരിപ്പിക്കാം, അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ അതിനെ കാണേണ്ടതുള്ളൂ. നമ്മുടെ ഒരു തർക്ക വിഷയം ഉള്ളത് നമ്മുടെ ഒരു മുന്നണിയിൽ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശമല്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ. അക്കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒരു ഡെമോക്രാറ്റിക് പൊസിഷൻ അല്ല എങ്കിൽ നമുക്ക് ആളുകളുടെ മേൽ പിന്നെ നിങ്ങൾ എന്ത് ജനാധിപത്യപരമാണ് പറയുന്ന ഒരു ചോദ്യമുണ്ടാകും. അതാണ് അക്കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം. എന്തായാലും മറ്റേ ഒരു കൺക്ലൂഷനും ഡിക്ലറേഷനും ഓൾറെഡി കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അയ്യാർ കേട്ടോണ്ടിരിക്കും. അയ്യാർ ഫെബ്രുവരി അവസാന വാരമോ മാർച്ച് ആദ്യവാരമോ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പ്രഖ്യാപന സമ്മേളനത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് ഒരു രേഖയാക്കി അതിലേക്ക് രാഷ്ട്രീയ മുന്നണിയുടെ വക്താക്കൾ, പ്രത്യേകിച്ചും UDFൻ്റെ നേതൃത്വത്തെ ഔപചാരികമായും നമ്മൾ ഈ ശ്രീരാം മാഷ് പറഞ്ഞ പോലെ 2 ദിവസത്തിൽ തന്നെ അവരോട്ട് കാണാം. അവർക്കൂടി സൗകര്യമായൊരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അത് കൊടുക്കുന്നു. അതിൽ തിരുമോളം ജിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ശ്രമിക്കണം. നിശ്ചയമായിട്ട് അവരൊക്കെ ഉണ്ടാവണം. ലീഗിൻ്റെ നേതൃത്വം ഉണ്ടാവണം. കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലെല്ലാം മുമ്പിൽ ഈ അജണ്ട അങ്ങോട്ട് നമുക്ക് വെക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മറ്റേത് ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങളെക്കാൾ നമുക്ക് ശ്രദ്ധയുള്ള ഒന്നാകും. ആ ഒരു കോണ്ടക്സിൽ അങ്ങനെയാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞുവരെങ്കിൽ നമുക്കൊരു പാനൽ കൊടുക്കാം. ശ്രീധു പറഞ്ഞൊരു പാനൽ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഇടയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടിയിലെങ്കിലും കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. കൊടുക്കണം. വ്യക്തിപരമായി ഞാൻ അംബേദ്കറും പിന്നെ അയ്യാറൊക്കെ അഭിപ്രായക്കാരാണ്. അപ്പം അതിന് സന്നദ്ധതയുള്ള ആളുകൾ, അതിന് സാധ്യതയുള്ള മണ്ഡലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുന്നണി നേതൃത്വങ്ങളോട് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ലെന്നുള്ള മാത്രമല്ല, അത് ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള ടൈമാണ്. ജയിക്കുകയോ തോക്കുകയോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ ഒരു പ്രശ്നം കഴിയുന്നതും മുന്നണികൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ജയസാധ്യതയുള്ള കാൻഡിഡേറ്റുകളെ നമ്മൾ കാണണം. അതിന് PCക്കൊക്കെ ഒരു കാൻഡിഡേറ്റ് വേണമെങ്കിൽ അവരുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. ജാനുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ജാനുവിൻ്റെ വയനാടുമായി മണ്ഡലത്തിൽ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ 2-3 വർഷം മുമ്പ് തന്നെ പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞ് പ്രചരണത്തിൽ നിൽക്കുകയാണ്. ഞാനിപ്പോഴാണല്ലോ വന്നത്. മണികണ്ഠന് വേണ്ടി ഞാനൊക്കെ 3-4 വർഷം മുമ്പ് പത്രസമ്മേളനം നടത്തിയ ആളാണ്. മണികണ്ഠന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. PCK ലീഡേഴ്സൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഇപ്പോഴല്ല, ഞാനും ഒരാഴ്ചയല്ലേ വന്നുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. എങ്കിലും ഇപ്പോൾ ജാനുവിനെ മീറ്റിങ്ങിലേക്ക് വിളിക്കണമെന്ന് ഞാൻ തന്നെയാണ് അംബേദ്കറോട് പറയും, അദ്ദേഹം വിളിക്കുകയും ചെയ്തു. ഇതെല്ലാം നമുക്ക് ഓപ്പൺ ഇഷ്യൂ ആണ്. ഇതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ
ആരും നിരന്തരമായ ശത്രുതകളൊന്നും ഇല്ലല്ലോ. അതൊക്കെ നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇതെല്ലാം പരസ്പര ധാരണയിൽ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് VCKക്ക് 1-2 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത് നമ്മളവിടെ മത്സരിക്കില്ല. വയനാട്ടിൽ ഇഷ്യൂ ഉണ്ട് എങ്കിൽ അവിടെ 2 മണ്ഡലമുണ്ട്. ആരെവിടെ നിൽക്കണം, എവിടെ നിൽക്കേണ്ട നമുക്ക് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് UDFിനോട് പറയാം, അല്ലെങ്കിൽ മറ്റൊരു മുന്നോടി പറയാം, ഇതാണ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ നിലപാട്. അപ്പോൾ ആ രീതിയിൽ പൊളിറ്റിക്കലി മനോർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായി ഇതിന് പക്വത നേടാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റാരും സംസാരിക്കാനോ അഭിപ്രായങ്ങളില്ല എന്നുള്ള നിലയിലല്ലേ അധ്യക്ഷൻ അത് തങ്കച്ചനെ കൂടി സംസാരിക്കാൻ വിളിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുകയാണ്. രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ എല്ലാ ജനങ്ങളുടെയും വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുവാൻ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് കഴിയണം. ഇപ്പോൾ ഈ നിമിഷം മുതൽ നാം ഒരു ജാതിക്കൂട്ടമല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞങ്ങൾ ജാതിക്കൂട്ടമല്ല, ഞങ്ങൾ ഒരു ദളിതരുടെ സമുദായമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. പുതുതായി വന്ന ആളുകളിലാണ് സംഘടക സമിതിയായിട്ട് വർക്ക് ചെയ്യുന്നത്. സമ്മേളനം രാഷ്ട്രീയ സമ്മേളനം നടത്തുന്നത് IDFിൻ്റെ നിലവിലുള്ള കമ്മിറ്റിയിൽ പുതുതായി പിന്നെ ഓൺലൈനിൽ നമ്മൾ ബാക്കി കാര്യം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശം നമ്മൾ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലെടുത്ത് വേണം നമ്മൾ ഓരോ വിഷയങ്ങളെയും കാണുവാനെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന, ഇപ്പോൾ ഇന്ന് തന്നെ ചില പുതിയ സംഘടനകൾ വന്നു. നമ്മളോടൊപ്പം നിന്ന് ചില അസൗകര്യങ്ങൾ കൊണ്ട് വരാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വന്നവരും നേരത്തെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരും മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ സാർ പറഞ്ഞ പോലെ നമ്മുടെ അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തേണ്ടിയിരിക്കുന്നു. അതെവിടെയാണ് എന്നുള്ളത് പിന്നീട് നമ്മൾ ചർച്ചകളിലൂടെ പ്രഖ്യാപിക്കാം. ഇനി ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും കൂടി വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഇനി നമുക്ക് വരാൻ പറ്റില്ല, ഒന്നിച്ചു കൂടാൻ കഴിയില്ലെങ്കിലും ഓൺലൈൻ ചർച്ച വളരെ സാധ്യമാണ്. അത്തരം ചർച്ചകളിലൂടെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഉള്ള ഇപ്പോൾ ഏകദേശം നമ്മളൊരു രാഷ്ട്രീയ ധാരണയായി ഇനി നമ്മൾ UDFുമായിട്ടുള്ള ഒരു ചർച്ച അനിവാര്യമാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മുടെ ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സമ്മേളനം കൂടി നടത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രഖ്യാപനവും നടത്തേണ്ടതുണ്ട്. അപ്പം അതും കൂടി മനസ്സിരുത്തി വേണം നമ്മളൊരു രാഷ്ട്രീയ പ്രാതിനിധ്യ അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ള മനസാന്നിധ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വേറെ ആരും ഇനി സംസാരിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നമ്മളോടൊപ്പം ഈ കഴിഞ്ഞ 2-3 ദിവസം വളരെ ശക്തമായിട്ട് നിന്നിരുന്ന ആദിജനസഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ CJ തങ്കച്ചൻ സാറാണ് ഇതിൻ്റെ കൃതജ്ഞത പറയുവാൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതുവരെ നമ്മൾ പറയുവാനായിട്ട് സംബന്ധിച്ചില്ല. അഭിപ്രായവും കൃതജ്ഞതയും മുഴുവൻ അദ്ദേഹം ഈ പറയുകയും അതിനുശേഷം നമ്മൾ പിരിഞ്ഞു പോവുകയും ചെയ്യും. പാട്ടുപാടാം. നമ്മുടെ ഈ ആക്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ സബ്മിറ്റ് വളരെ ഗൗരവമായി തന്നെയാണ് അതിൻ്റെ നിയമപരമായി പാണ്ഡിത്യമുള്ളവർ ചർച്ച ചെയ്യപ്പെട്ടത്. ഒരു സമുദായം എന്നോണം അവരുടെ വീണ്ടെടുപ്പിനായിട്ടുള്ള അവരുടെ രാഷ്ട്രീയമായ ശക്തി നേടിയെടുക്കാനുള്ള വലിയ ഗൗരവമായ ചർച്ചയാണ് ഇവിടെ നടന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ രാഷ്ട്രീയമായ ശക്തി നേടാതെ അത് നടക്കില്ല. നമുക്ക് മുമ്പിൽ സഞ്ചരിച്ച മഹാത്മാ അയ്യൻകാളി അടക്കം ഡോക്ടർ BR അംബേദ്കർ അടക്കം അവരുടെ രാഷ്ട്രീയ അനുഭവം ഒരു ജനാധിപത്യ ഗവൺമെൻറ് മുമ്പേ ഉണ്ടാകേണ്ടത് ഒരു ജനകീയ സമൂഹമാണ്. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ജാതിയായിട്ടാണ്, അധ്യക്ഷൻ അവസാനം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മൾ ജാതിയായിട്ടാണ് കേരളത്തിൽ പരിരക്ഷാവാദികളായി നിന്നത്. നമുക്കിനി രാഷ്ട്രീയ അധികാരമാണ് വേണ്ടത്. അതിന് ഏറ്റവും യോഗ്യരായ സമൂഹമാണ് നമ്മൾ. ഏറ്റവും യോഗ്യരായ സമൂഹമാണ് ഈ രാജ്യത്തിൻ്റെ ശേഷിയെ, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അധ്വാനിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ രാഷ്ട്രീയം നമ്മൾ ഏറ്റെടുക്കുകയും ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ് ഈ ചരിത്ര സമ്മേളനം നമ്മൾ അവസാനിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ മറ്റൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. വളരെ ഗൗരവമായി ഇതിൻ്റെ ഓരോ സമുദായ നേതാക്കന്മാരും ഒക്കെ ചർച്ച ചെയ്ത് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. മാഷിന്റെ പേര് വിനയകുമാർ സാർ ഇവിടെ ഇംഗ്ലീഷിലാണ് സംസാരിച്ചെങ്കിലും ദളിത് സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി സംസാരിച്ചു. ദളിത് സമുദായത്തിന്റെ വിമോചനം നേടിയെടുക്കുവാൻ നിങ്ങൾക്കറിയുമോ, 2-3 പതിറ്റാണ്ടായി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ബഹുമാനപ്പെട്ട ഗീതാനന്ദൻ മാഷ് ഇപ്പോ 2ാമത്തെ നയരേഖയാണ് രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്നത്. 2001 നടന്ന നമ്മുടെ പുല്ലുകെട്ടി സമരത്തിന്റെ ഭാഗമായി നടന്ന 2003-2004 കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ മഹാസഭ എന്ന തരത്തിൽ അതിനെ രാഷ്ട്രീയമായി നിർമ്മിക്കുമ്പോൾ വളരെ ഗൗരവമായി അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ദളിത് ക്രിസ്ത്യൻ പ്രശ്നം. ഞാൻ പറയുന്നത് ദളിത് ക്രിസ്ത്യൻ വിഷയത്തെ കുറച്ചുകൂടെ രാഷ്ട്രീയമായി കാണാനുള്ള, നേരത്തെ നമ്മുടെ എബി സൂചിപ്പിച്ച പോലെ, അത് ഈ പറയുന്ന സാമൂഹ്യപരമായ നീതിയുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ഔന്നത്യം നമുക്കുണ്ടാകണം. അംബേദ്കർ മുന്നോട്ട് വെച്ച ഡെമോക്രാറ്റിക് ബോധം നമുക്കുണ്ടാകണം. കേരളത്തിൽ നമ്മൾ ജനാധിപത്യം പറയുമ്പോൾ ജനാധിപത്യപരമായ നീക്കങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഓരോ ഊരുകളിലും നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ആ തരത്തിലേക്ക് നമ്മൾ ഈ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യണം. അത്തരം ചർച്ച വികസിക്കണം. അത് രാഷ്ട്രീയമായി ഈ സമ്മേളനത്തിൽ ഒരു രേഖയായി കേരളത്തിൽ അവതരിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഭരണാധികാരികൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുന്നതാണ് യുക്തി. കാരണം നമ്മളെ ഈ രാജ്യത്ത് അടിമയാക്കിയതും രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തിയതും ഈ പറയുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. നമ്മൾ കൃത്യമായിട്ടും രാഷ്ട്രീയമായ ബന്ധം നമ്മൾ നേടിയെടുക്കുവാൻ സഹോദര പ്രസ്ഥാനങ്ങളും സമുദായം എന്ന തരത്തിൽ നമ്മൾ രാഷ്ട്രീയപരമായ തലത്തിലേക്ക് നമ്മൾ അധികാരത്തിന് വേണ്ടി മാറണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദിയിലേക്ക് കിടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പ്രസിഡിയമായിട്ടിരുന്ന ഒട്ടനവധി നേതൃത്വങ്ങളുണ്ട്. അധ്യക്ഷനായിട്ടിരുന്ന നമ്മുടെ ചെയർമാൻ, അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നമ്മുടെ ചെയർമാൻ IR സദാനന്ദ സാറാണ്. സാറിന് ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ പേരിൽ, ഈ ചരിത്ര മീറ്റിങ്ങിൻ്റെ പേരിൽ, ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയ ബഹുമാനപ്പെട്ട മല്ലേപ്പള്ളി ലക്ഷ്മയ്യ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സ്റ്റേറ്റ് നേടിയെടുത്തുകൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ വികസനത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് അത് സ്ഥാപിച്ചെടുത്തുകൊണ്ട് വലിയ പോരാട്ടം നടത്തിയ ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട മല്ലേപ്പള്ളി ലക്ഷ്മയ്യയുടെ ഞങ്ങളുടെ ഈ കേരളത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സാറിൻ്റെ ശ്രദ്ധ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് കോൺക്ലേവ് മുതൽ നമ്മുടെ ഓരോ മീറ്റിങ്ങിലും വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മല്ലേപ്പള്ളി ലക്ഷ്മണ സാറിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ അംബുജാക്ഷൻ സാറ് നമ്മുടെ നേതാവാണ്. നമ്മൾ ഉയർത്തിയെടുക്കേണ്ട പാർലമെന്റിൽ, നിയമസഭയിൽ പോയി നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അംബുജാക്ഷൻ സാറ് അടക്കമുള്ള IR ഞാൻ പറഞ്ഞു വിനയകുമാർ സാർ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളൊരു നിരയെ മുന്നോട്ട് വെക്കണം. നമ്മളങ്ങനെ ഒരു നിരയെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ആരംഭിക്കണം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അംബേദ്കർ റൈറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 4 സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ നിർത്തി. വെള്ളൂരിൽ നിന്ന് നമ്മുടെ ഒരു സ്ത്രീ ജയിച്ചു. ചാമക്കാർ, ഞങ്ങളുടെ മാഞ്ഞൂർ പഞ്ചായത്ത്
സ്ഥിരം ജയിച്ചുകൊണ്ട് 25 വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തെ 4ാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. സേനാപതിയും നമ്മുടെ സുഹൃത്ത് ജയിച്ചു, സ്വതന്ത്രരായി. വിവിധ മേഖലകളിൽ നമ്മുടെ ആൾക്കാർ ജയിച്ചു. ജനങ്ങൾ വലിയ രാഷ്ട്രീയ ദാഹത്തിലാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കി നീങ്ങുവാനുള്ള രാഷ്ട്രീയപരമായ മുന്നേ നടക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ അംബുജാക്ഷൻ സാറിനുണ്ട്, ഗീത മാഷിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിനിധികളെ നമ്മൾ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിന്, രാഷ്ട്രീയ പോരാട്ടത്തിന് നമ്മൾ നീക്കം നടത്തണം. ഇവിടെ സംസാരിച്ച എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.